Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ 3ds Max വർക്ക്ഫ്ലോ ഈസിയാക്കുന്നതിന് ആവശ്യമായ 3 ഫ്രീ ടൂളുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 3ds Maxൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എൻ്റെ 3 ഫേവറേറ്റ് ഫ്രീ ടൂൾസുകളാണിത്. ഇന്റീരിയർ, ആർക്കിടെക്ചർ, 3D വിഷ്വലൈസേഷൻ തുടങ്ങിയ എല്ലാ 3D പ്രൊജക്റ്റുകളിലും വർക്ക്ഫ്ലോ കൂടുതൽ ഫാസ്റ്റ് ആക്കുവാനും സിംപ്ലിഫൈ ചെയ്യുന്നതിനുമായി ഈ ടൂൾസ് ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. ഏതാണ് ഈ ടൂൾസ്? ഈ ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നതെല്ലാം അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. 3ds Max യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇന്റീരിയർ, എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ, പേഴ്സണൽ ട്രെയിനിങ്ങും എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. റീലിംഗ് ബിറ്റ്മാപ്പ് എന്ന ടൂളാണ് ഈ 3 ഫ്രീ ടൂൾസുകളിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഷെയർ ചെയ്ത ഒരു 3D ഫയൽ മറ്റൊരു കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുമ്പോഴോ നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് ഡൗൺലോഡഡ് ആയ 3D മോഡലുകളെ മെർജ് ചെയ്യുമ്പോഴോ അതിലെ ടെക്സ്റ്റേഴ്സ് മിസ്സിംഗ് ആയാണ് നമുക്ക് ലഭിക്കാറുള്ളത്. ഇതുപോലെ ടെക്സ്റ്റർ മിസ്സിംഗ് ആയ സീനുകളെയോ മോഡലുകളെയോ ഫിക്സ് ചെയ്യുന്നതിനായി മാനുവലായി അതിലേക്ക് ടെക്സ്റ്റേഴ്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതാണ്. മിസ്സിംഗ് ആയ ഓരോ ടെക്സ്റ്റുകളെയും മാനുവലായി റീലിംഗ് ചെയ്യുന്നതിന് പകരം റീലിംഗ് ബിറ്റ്മാപ്പ് എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് വളരെ സിമ്പിളായി മിസ്സിംഗ് ആയ എല്ലാ ടെക്സ്റ്റേഴ്സിനെയും റീലിംഗ് ചെയ്യാവുന്നതാണ്. റീലിംഗ് ബിറ്റ്മാപ്പ് എന്ന ഈ ഒരു ഫ്രീ ടൂൾ നമ്മളിവിടെ ആക്സസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ മിസ്സിംഗ് ആയ ഫയൽസ് നമുക്കിവിടെ കാണാവുന്നതാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വിൻഡോയിൽ മിസ്സിംഗ് ആയ മാപ്പുകളുടെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ മിസ്സിംഗ് ആയ ബിറ്റ്മാപ്പുകളെ ബ്രൗസ് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് അവൈലബിൾ ആയ ഡ്രൈവുകൾ മാത്രം സെലക്ട് ചെയ്തും റീലിംഗ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ബ്രൗസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെലക്ട് ദ ഫോൾഡർ ടു ലൊക്കേറ്റ് ബിറ്റ്മാപ്സ് എന്ന ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതിൽ റീലിംഗ് ചെയ്യേണ്ട ടെക്സ്റ്റേഴ്സ് അവൈലബിൾ ആയ ഫോൾഡേഴ്സ് അറിയാമെങ്കിൽ ആ ഫോൾഡറിൻ്റെ ലൊക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് സെലക്ട് ഫോൾഡർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ ക്വിക്കായി മിസ്സിംഗ് ടെക്സ്റ്റേഴ്സിനെ റീലിംഗ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഡ്രൈവിലെ ഡിഫറെൻറ്റ് ഫോൾഡേഴ്സുകളിലാണ് നമ്മുടെ ടെക്സ്റ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ആ ഡ്രൈവ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഫോൾഡർ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്ലസ് എന്ന ഈ ഒരു ഐക്കണും ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മൾട്ടിപ്പിൾ ഡ്രൈവ്സ് നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതുമാണ്. ഇതിലൂടെ നമുക്ക് ആവശ്യമായ ഡ്രൈവുകൾ ഈ പാത്സ് ഡയറക്ടറിയിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത് റീലിംഗ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ മിസ്സിംഗ് ഫയൽസ് എന്ന ഈ ഒരു സെക്ഷൻ എംപ്റ്റി ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഈ സീനിൽ അവൈലബിൾ ആയ എല്ലാ ടെക്സ്റ്റേഴ്സും ഇതുപോലെ റീലിംഗ് ആയി ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ വളരെ ഫാസ്റ്റായി നമ്മുടെ പ്രൊജക്റ്റുകളിൽ മിസ്സിംഗ് ടെക്സ്റ്റേഴ്സിനെ റീലിംഗ് ചെയ്യുന്നതിനായി റീലിംഗ് ബിറ്റ്മാപ്പ് എന്ന ഈ ഒരു ഫ്രീ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇൻസ്റ്റൻസ് മെറ്റീരിയൽസ് ആൻഡ് മോഡിഫയർ എന്ന ഫ്രീ ടൂളാണ്. സീനുകളിൽ മെറ്റീരിയൽസിനെ ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി സീനിൽ അവൈലബിൾ ആയ മെറ്റീരിയൽസിനെയും മോഡിഫയേഴ്സിനെയും ഇൻസ്റ്റൻസ് ആയി ആഡ് ചെയ്യുന്നതിനായി ഈ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ഒരു കിച്ചൺ സ്പ്ലാഷ് ബാക്കിലേക്കാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു മാർബിൾ മെറ്റീരിയൽ ഇൻസ്റ്റൻസ് ആയി ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ മോഡൽ സെലക്ട് ചെയ്തപ്പോൾ UVW മാപ്പ് എന്ന മോഡിഫയറും ഇതിൽ യൂസ് ചെയ്തതായി ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തപ്പോൾ ഇൻസ്റ്റൻസ് മെറ്റീരിയൽ എന്ന ഈ ഒരു ഐക്കൺ എനബിൾ ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഇനി നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏത് ഒബ്ജക്റ്റിലാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിലുള്ള മെറ്റീരിയൽ കോപ്പിയായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൽ അസൈൻ ആകുന്നതാണ്. ഇനി നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താണ് ഇൻസ്റ്റൻസ് മെറ്റീരിയൽ എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ മെറ്റീരിയൽ UVW മാപ്പ് ഉൾപ്പെടെ നമുക്കിവിടെ ഇൻസ്റ്റൻസ് ആയി ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ മെറ്റീരിയൽസിനെയും മോഡിഫയേഴ്സിനെയും സീനുകളിൽ നിന്നും കോപ്പി ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതിനായി ഇൻസ്റ്റൻസ് മെറ്റീരിയൽസ് ആൻഡ് മോഡിഫയർ എന്ന ഈ ഒരു ഫ്രീ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്.
അടുത്തതായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ AutoCAD to 3ds Max എന്ന ഈ ഒരു ഇമ്പോർട്ടൻ്റ് ടൂളാണ്. AutoCADൽ നിന്നും വളരെ ഈസിയായി നമുക്ക് ആവശ്യമുള്ള പ്ലാൻ, എലവേഷൻസ്, സെക്ഷൻസ് തുടങ്ങിയ സെലക്ട് ചെയ്ത് Ctrl+C പ്രസ് ചെയ്ത് കോപ്പി ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ 3ds Max ഓപ്പൺ ചെയ്ത് AutoCAD to 3ds Max എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വളരെ ഈസിയായി നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റുകളെ AutoCADൽ നിന്നും കോപ്പി ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ 3ds Maxലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ 3 ഫ്രീ ടൂൾസ് യൂസ് ചെയ്ത് 3ds Maxൽ ഇന്റീരിയർ, ആർക്കിടെക്ചർ തുടങ്ങിയ എല്ലാ 3D പ്രോജക്റ്റുകളിലും വർക്ക് ഫ്ലോ ഫാസ്റ്റ് ആക്കുന്നതിനും കൂടുതൽ സിംപ്ലിഫൈ ചെയ്യുന്നതിനുമായി യൂസ് ചെയ്യാവുന്നതാണ്. ഈ 3 ഫ്രീ ടൂൾസിന്റെ ലിങ്ക് എച്ച്മീഡിയയുടെ വാട്സപ്പ് ചാനലിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.